ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, കാരുണ്യവാനായ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിന് വേണ്ടി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വചനം ശ്രവിച്ച് അതിന് പ്രകാരം ജീവിക്കുവാൻ ഞങ്ങൾക്ക് സംഗതിയാകണമേ. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ കാണാതെ ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിൽ മഹാപാപികളാകുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. അതിൽ നിന്നൊക്കെയും നീ ഞങ്ങളുടെ പാപങ്ങളെ കണ്ട് ക്ഷമിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഇതേവരെ ചെയ്തിട്ടുള്ളതായ പാവങ്ങളെ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തിയും ബുദ്ധിയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. നിന്റെ വചനങ്ങൾ വായിച്ച് ഗ്രഹിച്ചതിന് പ്രകാരം ജീവിക്കുവാൻ ഞങ്ങൾക്ക് സംഗതിയാകണമേ. ഇന്ന് നിന്റെ വചനം നോക്കിയപ്പോൾ കിട്ടിയത് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹാ തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യമാണ്. ദൈവീയാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴിഞ്ഞ് ബഹു ദുഃഖങ്ങൾക്ക് അധീനമായി തീർന്നിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. എന്നത് ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും കാരണമാകുന്നു. ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും കാരണമാകുന്നു. നമുക്ക് ഏവർക്കും അറിയാം, ഈ ലോകത്തിൽ 3 കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ ദുഃഖിക്കുന്നത്. ഒന്നാമത്തേത് മുൻകോപം, രണ്ടാമത്തേത് അത്യാഗ്രഹം, മൂന്നാമത്തേത് വെറുപ്പ്. ഇത് 3 ഉണ്ടാകുന്നതിൻ്റെ പുറകിൽ ഉള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ദ്രവ്യാഗ്രഹം തന്നെയാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴിഞ്ഞ് ബഹുദുഃഖങ്ങൾക്ക് അധീനമായി തീർന്നിരിക്കുന്നു. ഇതിനൊക്കെയും ഈ ദ്രവ്യാഗ്രഹം മൂലം ഓരോരുത്തർ നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്നതായ വഴിയിൽ നിന്നും വ്യതിചലിച്ച് പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും സമ്പത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും പല തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ച് അതിൽ വീണു പോകുന്നവർ പിന്നീട് ഒരുപാട് ദുഃഖിക്കേണ്ടതായും വരുന്നുണ്ട്. അങ്ങനെ ദുഃഖിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നതായ വഴിയിലൂടെ നാം സഞ്ചരിച്ച് നിത്യവും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്നതായ കൃപാവരങ്ങൾക്ക് വേണ്ടി അവനെ എപ്പോഴും സ്തോത്രം ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ സ്തോത്രം ചെയ്യുന്നുവെങ്കിൽ നമ്മൾ കൃപകൾ നമുക്ക് ഒന്നിനോടൊന്ന് മെച്ചമായത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്. തലനാരിടയിലുള്ള ചില അപകടങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നത് അവൻ്റെ കൃപയാണ്. അവൻ്റെ വലതുകരം നമ്മെ താങ്ങുന്നത് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും അവൻ്റെ തൃപാദത്തിൽ നമ്മെ സമർപ്പിക്കാതിരിക്കുകയില്ല. ആയതിനാൽ നാം ഇന്ന് മുതൽ എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട് ആണ് നാം മുമ്പോട്ട് നീങ്ങേണ്ടത്. നമ്മുടെ കൗമാരിൽ പറയുന്നുണ്ടല്ലോ, ഇന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്ന്. നാം അത് ഓർത്ത് നമുക്ക് എന്നും പട്ടിണി കൂടാതെ ജീവിക്കുവാനുള്ള ഒരു മാർഗം ദൈവം നമുക്ക് കാണിച്ചു തരുന്നുവെങ്കിൽ അതിൽ 1000 നന്ദി പറഞ്ഞുകൊണ്ട് നാം മുമ്പോട്ട് നീങ്ങേണ്ടതുണ്ട്. നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളുടെ ജീവിത സ്റ്റൈൽ അത് നമ്മൾ പരിമിതപ്പെടുത്തുകയാണ് എങ്കിൽ നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടുവാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ജീവിത ശൈലി വളരെ ഉന്നതമാക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം നോക്കി അതിന് പ്രകാരം ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് അത്യാഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ദ്രവ്യാഗ്രഹം നമുക്ക് ഉണ്ടാകുന്നത്. ആ ദ്രവ്യാഗ്രഹത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി നാം ഓരോരുത്തരും ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സിദ്ധാന്തം ഉള്ള വ്യക്തിയായിരിക്കണം. നമ്മുടെ പ്രിൻസിപ്പിൾ കറക്റ്റായിരിക്കണം. സമയത്തിന് വില കൊടുക്കുന്ന ആളായിരിക്കണം. കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് ശരിക്കും പാലിക്കേണ്ട ഒന്നാണ്. സമയം നമ്മൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അതിന് പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ രാവിലെ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് ദൈവമായ കർത്താവേ, നീ എനിക്ക് തന്നിട്ടുള്ളതായ കൃപാവരങ്ങൾക്ക് വേണ്ടി നന്ദി അർപ്പിക്കുന്ന ഒരു പ്രഭാതം കൂടി കാണുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നിന്നെ സ്തുതിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും.
അതിന് പ്രകാരം നമ്മൾ ഒരു ടൈം ടേബിൾ അതിനുശേഷം ഉണ്ടാക്കി അതിന് പ്രകാരം മുമ്പോട്ട് നീങ്ങുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല എന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.